വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ട്സിൻ്റെ അപ്ഡേറ്റ്സുമായിട്ടാണ്. സോ ടോട്ട്സിൻ്റെ കുറച്ച് ലീക്സ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ആഴ്ച വരാൻ പോകുന്ന ബുണ്ടസ് ലീഗയാണ് നമ്മളെ ടോട്ട്സിലോട്ട്. സോ അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം അപ്ഡേറ്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ ഈ ആഴ്ചത്തെ അപ്ഡേറ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതേപോലത്തെ EFC അപ്ഡേറ്റ്സ് പ്ലസ് ലൈവിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ ഓളി സെറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്നും ഇപ്പം 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ലൈവ് വരുന്നുണ്ട്. സോ എല്ലാവരും ലൈവൊക്കെ ഒന്ന് വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മളെ സെക്കൻഡ് ചാനലിൽ നാളെ ഒരു കണ്ടൻറ്റ് വരുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ ഒരു ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആ ഒരു ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. പിന്നെ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ എല്ലാവരും ലിങ്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഇൻസ്റ്റ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ബിഗിൻ വിത്ത് ഇൻട്രോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് ബുണ്ടസ് ലീഗയെ പറ്റിയിട്ടാണ്. സോ ബുണ്ടസ് ലീഗയുടെ ഫസ്റ്റ് നിങ്ങൾ പോയി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബുണ്ടസ് ലീഗയുടെ മൊത്തം പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് വോട്ടിങ്ങിലൂടെ. സോ അപ്പോൾ ആ ലിസ്റ്റ് നോക്കാം. പിന്നെ ഇപ്പോൾ കറൻ്റ് വോട്ടിങ് നടക്കുന്ന ലാലീഗയുടെയാണ്. അപ്പോൾ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. വോട്ട് ചെയ്യേണ്ടവർക്ക് ജസ്റ്റ് EFC വോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്ത് ബ്രൗസിങ്ങിൽ പോയിട്ട് അപ്പം നിങ്ങൾക്ക് ആ ഒരു സൈറ്റ് കിട്ടുന്നതാണ്. അതിൽ പോയിട്ട് വോട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ബുണ്ടസ് ലീഗയുടെ ഫുൾ പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിയിട്ട് വരാം. അതിന് ശേഷം ബാക്കി ലിസ്റ്റിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ബുണ്ടസ് ലീഗയുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇനി നോക്കേണ്ടത് എങ്ങനെയാണ് നമ്മളെ ബുണ്ടസ് ലീഗ ഇപ്പോഴത്തെ നമ്മളെ പ്രീമിയർ ലീഗിൻ്റെ സെക്ഷൻ കണക്ക് തന്നെ ആണോ എന്നാണ്. സോ പ്രീമിയർ ലീഗ് പോകുമെന്ന് എല്ലാവർക്കും ഡൗട്ടാണ്. പ്രീമിയർ ലീഗ് പോകാൻ ചാൻസ് ഇല്ല. കഴിഞ്ഞ വർഷമൊക്കെ പ്രീമിയർ ലീഗ് അങ്ങനെ ഇങ്ങനെ ഓരോ പുതിയ ലീഗിൽ അപ്ഡേറ്റ് ആകുമ്പോൾ ടോട്ട്സിൽ പഴയതൊക്കെ ഒരാഴ്ച കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാറുണ്ടായിരുന്നു. ഈ വട്ടം ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ പ്രീമിയർ ലീഗൊക്കെ കംപ്ലീറ്റ് ചെയ്തോ ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളൊക്കെ പ്രീമിയർ ലീഗിൽ നിന്ന് വല്ലതൊക്കെ കിട്ടിയോന്നോ എടുത്തോന്നൊക്കെ ജസ്റ്റ് റിവാർഡ് ഏതെങ്കിലുമൊക്കെ 3 പ്ലേയേഴ്സിൻ്റെ റിവാർഡ് ഉണ്ടായിരുന്നു. അത് ആ റിവാർഡ് ഭാഗത്ത് ക്ലെയിം ചെയ്ത് എടുത്തോന്നൊക്കെ ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ ഒരു ഇവൻ്റ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. സോ നമുക്ക് റിവാർഡ് പാത്ത് നോക്കുകയാണെങ്കിൽ ബുണ്ടസ് ലീഗയുടെ 2 കാണിക്കുന്ന ഫ്രംബിങ്കോയും പിന്നെ വേറെ പ്ലെയറിനെ കാണിക്കുന്നുണ്ട്. പിന്നെ ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലെയറിൻ്റെ ഐക്കൺ 99 കാണിക്കുന്നുണ്ട്. ഹാരി കെയിൻ 98 കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കണക്ക് തന്നെ റിവാർഡ് പാത്തായിട്ട് തന്നെയാണ് നമ്മളിപ്പോഴത്തെ പ്രീമിയർ ലീഗ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇനിയും നമുക്ക് വരാൻ പോകുന്ന ബുണ്ടസ് ലീഗയും. സോ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ബുണ്ടസ് ലീഗയുടെ ഒരു ടോക്കൺ കണക്കത്തൊരു സംഗതി കാണിച്ചേക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം പിന്നെ നമുക്കിനി നോക്കേണ്ടത് ബുണ്ടസ് ലീഗ് വരാൻ പോകുന്ന 3 ഐക്കൺസ് ആരാണെന്നാണ്. അതിൻ്റെ ഹിൻറ്റ് നമുക്കിനി തന്നിട്ടുണ്ട്. സോ ആ ഒരു ഹിൻറ്റ് നമുക്ക് ജസ്റ്റ് ഹിൻറ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നോക്കാം ഏത് പ്ലേയേഴ്സ് ആണെന്ന്, ബുണ്ടസ് ലീഗയുടെ 3 ഐക്കൺസ് ആരൊക്കെയാണെന്ന്. ഇവർ 3 പേരുമാണ് നമ്മളെ ഐക്കൺസ്. ബല്ലാക്കും പിന്നെ വേറെ 2 പേര് ക്ലോസും കോലർന്നൊക്കെ. ക്ലോസിന് നമുക്കറിയാം, കോലർന്നോ അങ്ങനെയാണ്ട് പറഞ്ഞ ഒരു പ്ലെയർ. മൊത്തം 3 പേരാണ് നമുക്ക് വരുന്നത്. 98, 99, 97 ഓവിയാറിൻ്റെ 3 പ്ലേയേഴ്സാണ് നമുക്ക് ഈ ഒരാഴ്ചത്തെ ബുണ്ടസ് ലീഗ ഐക്കൺസ് ആയിട്ട് ടോട്ട്സിലോട്ട് അപ്ഡേറ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ടോട്ട്സിൻ്റെ ബുണ്ടസ് ലീഗ സെക്ഷനിൽ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് ലീഗ്സ് കിട്ടിയിട്ടുണ്ടെന്ന് പറയാനുള്ളത് ഒന്ന് നമ്മളെ ഇതിനെ പറ്റിയിട്ടാണ്, ടോട്ട്സിനെ പറ്റിയിട്ടും. പിന്നെ നമുക്ക് മിക്സഡ് ആയിട്ട് ലീഗിൽ നിന്ന് പ്ലേയേഴ്സിനെ ആഡ് ആക്കുന്നുണ്ട്. അപ്പോൾ അതാ ഏതൊക്കെ പ്ലേയേഴ്സ് ആണെന്ന് നോക്കാം. പിന്നെ നമുക്ക് UCLൻ്റെ ലീഗ്സ് കൂടെ കിട്ടിയിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് മിക്സഡ് ആയിട്ട് ലീഗുകളിൽ നിന്ന് പ്ലേയേഴ്സിനെ എടുക്കുന്ന ആ ഒരു ലിസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ആ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ റൊണാൾഡോ ഉണ്ട്, പെപ്പെ ഉണ്ട്, പിന്നെ നമ്മളെ അക്കോട്ട അങ്ങനെയാണ്ട് പറഞ്ഞ പ്ലേയേഴ്സ് ഉണ്ട്. ഇതിൽ കൂടുതലും സൗദി ലീഗ് മറ്റ് ലീഗുകളിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സാണ്. സോ ഇതിൽ മെസ്സിയെ കൊടുത്തിട്ടില്ല. ബാക്കി ഒട്ടുമിക്ക പ്ലേയേഴ്സൊന്നും ഇല്ല. ആകെ റൊണാൾഡോയും പെപ്പയും മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ വലിയ പുള്ളിക്കാരന്മാരൊന്നുമില്ല. പിന്നെ ഡേവിസൊക്കെ ഉണ്ട്. മറ്റേ ഡേവിസ് അല്ല, ഇത് വേറെ ഡേവിസാണ്. ഇത്രയും പേരൊക്കെ ഉള്ളൂ. അല്ലാതെ വലുതായിട്ട് ആരും മിക്സഡ് ലീഗിൽ നിന്ന് വരുന്നില്ല. മെസ്സിയൊക്കെ വരേണ്ടതാണ്. മെസ്സി എനിക്കിനി ടോട്ട്സ് കാർഡ് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ MLS പ്ലേയേഴ്സും ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. MLS പ്ലേയേഴ്സും കാണുമായിരിക്കും. കാരണം MLS-നും ഇതിനകത്തൊരു സ്ലോട്ട് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ജസ്റ്റ് ഒരു സ്റ്റോർ പാക്കായിട്ട് വല്ലതും ആയിരിക്കും വരുന്നത്. കഴിഞ്ഞ വട്ടം നമ്മളെ റൊണാൾഡോയെ കൊണ്ടുവന്ന കണക്ക് അല്ലാതെ കൊണ്ടുവരാൻ സാധ്യതയില്ല. സോ നമുക്ക് ഇനി നോക്കേണ്ടത് നമ്മളെ ടോട്ട്സ് സെക്ഷനെ പറ്റിയിട്ടാണ്. സോ നമുക്ക് ആർക്കൊക്കെയാണ് ടോട്ട്സ് കിട്ടിയിരിക്കുന്നത്, എത്ര OVR ആണ് ടോട്ട്സ് കാർഡ് കേൾക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ടോട്ട്സ് നോക്കുകയാണെങ്കിൽ വിനീഷ്യസ് ഉണ്ട്, ഹാരി കെയിൻ ഉണ്ട്, റുഡിഗർ ഉണ്ട്, എംബാപ്പ ഉണ്ട്,
പിന്നെ നമ്മളെ ഫ്രെമ്പിങ്കോ എന്ന് പറഞ്ഞ പ്ലെയർ കഴിഞ്ഞ വർഷത്തോടെ തന്നെ ബ്രിറ്റ്സ്, മെസ്സി, റൊണാൾഡോ, സാലിബ, ബെല്ലിംഗാം, കെവിൻ ഡിബ്രൂണിയ, വാൻഡേക്ക്, റൈസ്, അലിസൺ, പിന്നെ നമ്മളെ ഗ്രിമാൽഡോ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്. ഇതിൽ 100 OVR കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. 90 ഓവറാണ് ഹയസ്റ്റ് OVR. അപ്പം മെസ്സിക്കും റൊണാൾഡോയ്ക്കും ഒക്കെ യൂട്ടോട്ട് സ്ലോട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. എംബാപ്പെ, ഹാലൻഡ് കഴിഞ്ഞ വർഷം അതേ കണക്കത്തെ യൂട്ടോട്ട് സ്ലോട്ടാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം റൊണാൾഡോയ്ക്ക് യൂട്ടോട്ടില്ലായിരുന്നു, മെസ്സിക്ക് ഉണ്ടായിരുന്നു. ഈ കേട്ടോ ഇനി മെസ്സിക്കുണ്ടോ റൊണാൾഡോയ്ക്കുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം. ഇതാണ് ഇപ്പോൾ ആദ്യം വരുന്ന ലീഗ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ആദ്യത്തെ ഒരു യൂട്ടോട്സ് റൗണ്ട് അപ്പ് എന്ന് പറയുന്നത്. കുഴപ്പമില്ല, നിങ്ങളിതിൽ ആരെയാണ് ടേണിങ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേ ഇതിൽ ആരൊക്കെ നമ്മളെ റൊണാൾഡോ ഫാൻസ് ഉണ്ട്, ആരൊക്കെ മെസ്സി ഫാൻസ് ഉണ്ട്, അതേപോലെ തന്നെ ആരൊക്കെ നെയ്മർ ഇതിനകത്തില്ല, ആരൊക്കെ എംബാപ്പെ, ഹാലൻഡ് ഫാൻസൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ UCLൻ്റെ ജസ്റ്റ് ഒരു സംഗതിയും കൂടാണ്. അതും കൂടെ നോക്കി ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആണ്. സോ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. പിന്നെ നിങ്ങളിപ്പം മിസ്റ്ററി സൈനിങ്ങിലെ പ്ലേയേഴ്സിനെയൊക്കെ എടുക്കുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് കമൻറ്റ് ചെയ്യണം. അന്നറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ഇവൻ്റ് ഉള്ള കാര്യം തന്നെ മിക്കവരും മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചത്. ആരെങ്കിലും എടുക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. സോ UCL ഫൈനലിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ റോഡ് ടു ഫൈനൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 5 കാർഡുകൾക്ക് OVR അപ്പാവുന്നുണ്ട്. സോ നിങ്ങളതിൽ ഏതെങ്കിലും കാർഡൊക്കെ ഉണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു കാർഡുകളാണ് ലാസ്റ്റ് നമുക്ക് ലിസ്റ്റിൽ പറയാനുള്ളത്. അപ്പം ഇതിൽ ജയിക്കുന്ന ടീമുകൾ ആരാണെന്ന് വെച്ചാൽ PSG ജയിച്ചാൽ PSCക്ക് ആവും, മറ്റേ ടീം ജയിച്ചാൽ ആ ടീമിനാവും. ആര് ജയിക്കുന്നോ അവർക്ക് OVR അപ്പാവും. അപ്പോൾ ഇതാണ് നമ്മളെ UCLൻ്റെ ലീഗ്സ്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനും മറക്കണം. നമ്മളെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ ആ ഒരു ലൈവിലെല്ലാം ആക്റ്റീവ് ആവുന്ന കാര്യവും പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്കിൻ്റെ കാര്യമെല്ലാം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റയിലൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ പറയുള്ളൂ. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിന് മുമ്പ് ക്ലൗഡ് സോർ സൈനിങ് ഔട്ട്. ബൈ.